താടി അഴിഞ്ഞു പോയാലും പിടിക്കപ്പെടല്ലേ ഗുരുവായൂരപ്പ. ഞാൻ ഇതിന്റെ ഡ്രൈവർ. എന്നാ പിടിച്ചോ. തുറക്ക് തുറക്ക് തുറക്ക്. ഇറക്കി 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 പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. എന്താ പെട്ടി കാലിൽ ഇവിടെ നോക്കണ്ടടോ. ആദ്യമായിട്ടാ ഒരാള് പെട്ടിയിൽ ഊട്ടിയിൽ വരുന്നത്. ഭയങ്കര കനോടോ, വലിച്ചിട്ട് നീങ്ങണില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ അകത്തിരിക്കണത്. കല്യാണം കഴിക്കേണ്ടതാ. ഞാനും ഒരു അഡ്ജസ്റ്റ്മെന്റിലാ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടണേ. അതൊരു വേളാങ്കണ്ണിന്ന് വന്ന എല്ലാം പൊളിയോട്ടോ. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ നിന്നോളാം. ഞാൻ ഫാദർ സിറിയൻ, തൃക്കുന്നപ്പുഴ സെമിനാരിന്ന് വരിക. എനിക്ക് മദറിനെ ഒന്ന് കാണണം. അയ്യോ ഫാദർ, മദർ വേളാങ്കണ്ണിക്ക് പോയിരിക്ക. 2 ദിവസം കഴിഞ്ഞേ വരും. ആണോ? അയ്യോ ഫാദർ, എന്തു പറ്റി? ആസ്മയാ. ഊട്ടിയിലെ തണുപ്പ് എനിക്ക് പിടിക്കില്ല. എനിക്കാണെങ്കിൽ മദറിനെ പിടിക്കാതെ മദറിനെ കാണാതെ പോവാനും പറ്റില്ല. എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഫാദറിന് തൽക്കാലം ഗസ്റ്റ് റൂമിൽ അക്കോമഡേറ്റ് ചെയ്യൂ. അന്നാമ്മ എന്തേ? അന്നാമ്മ അതാരാ? ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത സെർവന്റാ. എന്താ സിസ്റ്ററെ? ഗസ്റ്റ് റൂം വൃത്തിയാക്കണം. പിന്നെ അച്ഛന്റെ പെട്ടി താഴെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുറിയിലേക്ക് വെച്ചു. താങ്ക് യു സിസ്റ്റേഴ്സ്. ഇനി അന്നാമ്മ താങ്ങിക്കോളും. അന്നാ വന്നാട്ടെ. അച്ഛോ, എന്തോ? ഈ പെട്ടിയുടെ നമ്പർ ലോക്ക് 009. ഈ പെട്ടിക്ക് നമ്പർ ഇല്ല, വെറും 000. അച്ഛന്റെ SSLC മാർക്കല്ലേ ചോദിച്ചത്. അന്നാമോ. അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കരുത്. ഞാൻ അൺമാരീഡാ. നന്നായി. ഇവിടുത്തെ എല്ലാ പെട്ടിയും ഞാൻ തന്നെ ചുമക്കണം. അവസാനം ഒരു പെട്ടി നിന്നെയും ചുമക്കും. എന്താ ഇത്? ഞാൻ ചുമച്ചതാ. അച്ഛൻ എവിടെ ഒന്നങ്ങോട്ട് താങ്ങിക്കോ. കൊല്ലം പറ്റിയോ? ഞാൻ പോയി റൂം ക്ലീൻ ചെയ്തിട്ട് വരാം. പെട്ടി അവിടെ ഇരിക്കട്ടെ അന്നാമോ. എന്താ പൊടി. വികാരി അച്ഛനാണല്ലേ സിബ് തുറക്കടാ. അകത്തിരിക്കണം നിന്റെ സിബ് ഞാൻ എങ്ങനെ തുറക്കാനാ? എന്റെ അല്ലടാ, പെട്ടിയുടെ സിബ് തുറക്കണ പട്ടി. ഓ, ഈ സിബ് ചെരിച്ചിടണ്ടേ, സൂക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ആരും വരല്ലേ. എന്താ ഫാദർ? ഗ്യാസ്മാ. എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടിയിലെ യാത്ര? 2 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അന്ത്യയാത്ര ആയാനെ. അയ്യോ ദൈവം കാത്തു. റീത്ത് വാങ്ങാൻ പോലും എന്റെ കാശില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി വിളിക്കാം. കൈയോടെ പൊക്ക. കള്ള, നീ എന്തിനാ പെട്ടിക്കൊള്ളി കയറിയേ? പുറത്ത് ഭയങ്കര തണുപ്പല്ലേ? അതെ. നീ വേഷം കെട്ടിയ അച്ഛനല്ലേ? അല്ലേ? ഞാനിപ്പോ വിളിച്ചു രക്ഷിക്കണം. ഞാൻ ഈ കാല് പിടിക്കാം. അയ്യോ, ഇതെന്റെ ആണോ? ഈ കാല് പിടിക്കാം പ്ലീസ്. എന്നാ വാ. ഞാൻ പോയിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ എന്നെ എങ്ങോട്ടേ വലിച്ചിട്ട് പോണേ? മിണ്ടാതിരിക്ക്. ഇവിടെയാ? ഐസ്ക്രീം തിന്നെ കാണിച്ചരാട്ടെ. അവിടെ മുഴുവൻ ഉടുപ്പിട്ട പിശാചുക്കളാ. ദൈവമേ, അവരെങ്ങാനും ഇങ്ങോട്ട് വരുമോ? ആരെല്ലാം വരണ വിളിച്ചോ? എവിടെ വിളിക്കാൻ? ഇതിലൊളിച്ചോ? ഭരണിയില. പിന്നെ ഭരണിയിലിട്ട് വെക്കാൻ ഞാനത് ഉപ്പ് വാങ്ങിയാ അതൊന്നും ശരിയാവൂല. ശരിയാവും. ഇത് പിടിച്ചേ. നിനക്കിട്ട് ഞാൻ വെച്ചേ കുട്ടി പിശാശേ. ഓ, ഭരണിയിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞ് നാളത്തെ പത്രത്തിൽ നിന്ന് വായിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. എന്റെ പൊന്നാര നോക്ക് അപ്പുക്കുട്ടൻ അമ്മുക്കുട്ടി, നമുക്ക് പുറത്തു പോയിട്ടേ ആളുകൾ ഐസ്ക്രീം തിന്നത് കാണാം. വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുതിരപ്പുറത്ത് ടക്ക് എറണാകുളം വരെ പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടിപ്പിശാചനെ കൊണ്ട് അവളുടെ തന്തയെ ഏൽപ്പിച്ചിട്ടെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടും. വേറെ ആരും കാണുന്നതിന് മുമ്പ് അടിച്ചോണ്ട് പോണല്ലോ. എന്താ പറഞ്ഞേ? കുന്തം. എന്നാ 2 എണ്ണം. അയ്യോ, ഞാൻ പിന്നെ വരാട്ടാ. പൊടി പ്രാന്തിജി. നിന്റെ കാരോടത്ത് റെസിറ്റ് ഇട്ടടാ. എന്തിനു? ഈ വേഷം പിടിക്കപ്പെട്ട നീ എന്നെ ജാമ്യത്തിലിറക്കും. പോറ്റടാ. ഞാനും വരട്ടെ നിന്റെ കൂടെ. അവളെ കാണാനല്ലേ?
എടാ ഇത് ജീവൻ മരണ പോരാട്ടോ. അതിന്റെ ഇടയിൽ ഈ പ്രേമം മണ്ണാങ്കട്ടൊന്നും പാടില്ല. അയ്യോ അതല്ല, നിനക്കൊരു ധൈര്യത്തിന് കൂടെ വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, മീശയും പഠിച്ച് ഈ കുപ്പായിട്ടാ മതി. അയ്യോ മീശ വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയൊരു വഴി നീ പറ. വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയ മാർഗം നീ ഇങ്ങോട്ട് ചേർന്ന് വഴി ഞാൻ കാണിച്ചു തരാ. മതിയാ? ഇതുപോലത്തെ 2 തലേന്റെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നടരാജ പതുക്കെ. ഞാൻ തൃശ്ശൂർ കർമ്മില്ലാത്ത മഠത്തുനിന്ന് വരികയാ. ഇത് അവിടുത്തെ മദറിന്റെ ലെറ്ററാ. ഇരിക്കും. സോറി, എനിക്കിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? മൂലക്കുരുവിന്റെ അസുഖമുണ്ടേ. ഓ, ധ്യാനത്തിന് വന്നതല്ലേ? അന്നാമോ, എന്താ സിസ്റ്റർ? ലെഫ്റ്റ് സൈഡിലെ 4ാമത്തെ റൂം സിസ്റ്ററിന് കൊടുക്കും. സിസ്റ്റർ, ഇതെന്ത് മുതലാ? ഇതൊരു അസുഖമാ. പറമ്പിൽ എന്ന അസുഖത്തിന്റെ പേര്. ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന അസുഖം. ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല. ഹോമിയോയിൽ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ വിധി. വരൂ പോകാം. എന്നെ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. അതാണ് എനിക്കിഷ്ടം. നാല് കാലുള്ള കന്യാസ്ത്രീയോ? ഇതാണ് മുറി. എന്താവശ്യമുണ്ടെങ്കിലും അന്നാമ്മയെ വിളിക്കാൻ മറക്കരുത്. എനിക്ക് തടിയുള്ളവരെ വലിയ ഇഷ്ട. പിന്നെ അപ്പുറത്തൊരു വികാരിയച്ഛൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്. ഭാരം കുറപ്പിച്ചോളി. സിസ്റ്ററിന് പെട്ടിയൊന്നുമില്ലേ? ഇല്ല, വീട്ടിൽ പട്ടിയുണ്ട്. ആ, പട്ടിക്ക് നമ്പർ ലോക്കിലല്ല. അങ്ങനെ മാസമൊന്നുമില്ല. സ്റ്റോപ്പെത്തി, ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ. ഓ, ഒന്ന് പ്രസവിച്ച സുഖം. കർത്താവെ, ആരും കാണാതെ അകത്ത് കയറി. ഞാൻ കണ്ടേ. വാ, നമുക്ക് പോവാം. നീ ആ വായി നോക്കി നീഗ്രോ അല്ലേ? അല്ല അല്ലേ? അല്ലെന്ന്. നീ എപ്പോഴാ കന്യാസ്ത്രീയായേ? ഞാനിപ്പോ വാ നമുക്ക് പോവാ. സമർക്കാ മാമനെ മോക്ക് മിഠായി വാങ്ങിച്ചു തരും. എനിക്ക് മിഠായി വേണ്ട. ശരിക്കും ഞാൻ തന്നെ കാണാൻ വന്നതാ. സത്യം? സത്യം. എന്നാ എന്റെ മുറിയിലേക്ക് മുറിലൊന്നും പോകാൻ പറ്റില്ല. വാ, നമുക്ക് പുറത്തോട്ട് പോവാ. അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. എടേ, ഞാൻ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇവിടെ നിൽക്കും. ഇതിന് മാത്രം കൊതുക? ഇത് കൊതുകല്ല, പട്ടിയാ. ഇതെന്താ ആരില്ലാത്ത കുട്ടികൾക്ക് താമസിക്കാൻ? ഇതെന്താ അമ്മ തൊട്ടില്ല? എന്താണ് ബഹളം ഉണ്ടാക്കുന്നത്? പോയേ. എന്റെ ദൈവമേ, മോളെ ഇങ്ങ് വാ. കൊത്തി കൊത്തി മോർത്തിക്കേറി കൊത്തണേ. എന്നെ എവിടെ കൊണ്ടുപോകുന്നേ? ഈ ഭരണിക്കുള്ളിൽ ഒളിച്ച എന്തോ വേറെ ആളെ നോക്ക്. കേറാം കേറാം. ഭരണി എങ്കിൽ ഭരണി മനുഷ്യന്. താങ്ക്സ്. വെൽക്കം. ഇത് വേണോ? വേണം. സിസ്റ്റർ, പുറത്തൊരു മദാമ വന്നിട്ടുണ്ട്. അവർ ജർമ്മനാണോ ഫ്രഞ്ചാണോ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷിൽ ചോദിക്കായിരുന്നില്ലേ? ഇംഗ്ലീഷിൽ അവർ 2 വാക്കേ പറയുന്നുള്ളൂ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അവരെ വിളിക്ക്. Nice place. Sister? Please sit. Thank you. Nice to meet you. Tell me, what's the matter? Sophocles Euripides Antigonus Pythagoras Euria. Welcome to the nice to meet you. Meets tonight too. വത്തിക്കാന്ന് മാർപ്പാപ്പയുടെ കത്ത. അന്നാമ്മ, അപ്പൂട്ടനെ പെമ്മേഷം കെട്ടിച്ചവളുണ്ടല്ലോ, ചിലപ്പോ ഇവൾ അവന്റെ പെങ്ങളായിരിക്കും. എന്താ സിസ്റ്റർ? മാഡത്തിന് ഇവിടുത്തെ VIP റൂം കൊടുക്കണം. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും കൂടെ ഉണ്ടാവണം. ശരി, നമസ്തേ. മാഡം, പ്ലീസ് ഗോ വിത്ത് ഹർ. Thank you. വരൂ. Your good name, My please? name is Missouri, Mississippi, Uttarakhand, Mountford, Mountbatten, Hudson, Onassis, John Keats Flower. നല്ല പേര്. Sweet. ചേർന്ന് നടന്നോ? കുഴപ്പമില്ല. Sorry. No. Thank you.
ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. തങ്കഭസ്മ മുടിയിട്ട തമ്പുരാട്ടി നിന്റെ ബുധനാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. ഈശ്വര, എന്റെ കൺട്രോള് തെറ്റിക്കല്ലേ. എനിക്ക് കൺട്രോള് തരണേ ഭഗവതി. ആർ യു സ്ലീപ്പിംഗ് മാഡം? മിൽക്ക്. I love you, madam. I love you. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. നീ ആരോടാ ഹോളണ്ട് മദാമ? തെണ്ടി. പട്ടി അപ്പൊട്ടാ നീ ആയിരുന്നോ? ഞാൻ കരുതിന്റെ പെങ്ങളായിരിക്കും. അപ്പൊ എന്റെ പെങ്ങളാണെങ്കിൽ നീ കെട്ടിപ്പിടിക്കല്ലടാ. ഓ, എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ. കുറച്ച് ചവിട്ടിയാൻ വെച്ചെന്നാണല്ല. ഇന്നത്തോടെ നീ ആയിട്ടുള്ള പൊറുതി മതിയാക്കി. കൂടും കുടുക്കേണ്ടത് സ്ഥലം വിട്ടോളാം. അപ്പൊട്ടാ അത് മാത്രം പറയരുത്. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാ. വളരെ കഷ്ടപ്പെട്ട് മദാമയുടെ വേഷം കെട്ടിപ്പോഴാ ഓർത്തത് ഇംഗ്ലീഷ് അറിയില്ലെന്ന്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു കൊണ്ടാ ഞാൻ ഇതുവരെ പിടിച്ചിരുന്നത്. അതിരിക്കട്ടെ, നീ എപ്പോഴും ഇവിടെ കയറി പറ്റിയത്? ഇന്നലെ. ആ പെണ്ണ് ഇവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള കുട്ടി ഇവിടെ ഉണ്ട്. നിനക്കെന്തിനാ കുട്ടി? ചുമ്മാ വളർത്താൻ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. ആ. നിനക്ക് മെച്ചമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പൊ പെണ്ണെനിക്ക് നിനക്കെന്തിനാ ചുമ്മാ പെണ്ണ്? വളർത്താൻ. ആ. അപ്പൊ പെണ്ണെനിക്ക് കുട്ടി എനിക്ക്. ഓക്കേ. ഓക്കേ. നമസ്തേ ട്ടാ. നമസ്തേ, ഇരിക്കൂ. ഓ, ഞാൻ വസുന്ധര ദേവി. കാണാതായ മകളെ തേടി വന്ന ഒരമ്മയാണ് ഞാൻ. എന്റെ മകൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. തരുമോ? തിലോത്തമ? ഇവിടെ കിട്ടിയ കുട്ടിയുടെ പേര് തിലോത്തമ എന്നാ? അതെ. എങ്കിൽ ആ തിലോത്തമ എന്റെ മകളാ. സിസ്റ്റർ, തിലോത്തമ വിളിക്കൂ. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോട്ടെ. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവളുടെ അച്ഛൻ കുടിച്ചു ബോധമില്ലാതെ അന്ന് വീണതാ. പിന്നീട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? ഞാനിവിടെ വരുന്നത് വരെ എഴുന്നേറ്റിട്ടില്ല. ഇനി ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പോയി നോക്കണം. ഏയ്, അത് വേണ്ട. ബോധം വരുമ്പോ പിന്നെയും കുടിക്കും. അപ്പൊ ബോധം കെടും. അങ്ങനെ ബോധം വരിക, കെടുക, വരിക, ഓ കെടുക. ജീസസ്. അതാരാ? ഇത് ഏതാ ഈ അമ്മയും കുഞ്ഞും? അപ്പൊ ഇതല്ലേ നിങ്ങളുടെ മോള്? അല്ലാന്ന് ആരാ പറഞ്ഞേ? ഇത് തന്നെയാ. മുണ്ടും നേരിയതും എടുത്ത് അമ്പലത്തിൽ പോയതല്ലേ എന്റെ മോള്. ഈ കോലത്തിൽ കണ്ടപ്പോ മുഖച്ചായ തന്നെ അങ്ങോട്ട് മാറി. എന്റെ മോളെ, നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാൻഡി കുടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുക. വാ, നമുക്ക് പോവാം. കുട്ടിപ്പിശാശ് മുടിയുമേന്ന് വിടാൻ. അല്ലെങ്കിൽ വിവരറിയും. ചവിട്ടി കൂട്ടും ഞാൻ. കുട്ടിപ്പിശാചാ, അടിക്കടി തള്ളയുടെ മോന്തി കിട്ടുന്നു. ഈശ്വര, ഇതേതാ ഈ കുട്ടി? സിസ്റ്ററിന്റെ? എന്റെ മോളാ ടിങ്കു. നിങ്ങൾക്കറിയില്ലേ കൊച്ചിനെ? വീട്ടിൽ നിന്ന് പോരുമ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ആട്ടെ, ഈ കുട്ടിയുടെ തന്ത ആരാന്നറിയോ? തന്തയില്ലാത്തവളെ എന്റെ മോള്. ഹാവൂ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. സിസ്റ്റർ, ഇനി ഞങ്ങൾ പോട്ടെ. മാഡം, ഒന്നിങ്ങി വരൂ. വല്ലാണ്ട് അടുത്തേക്ക് വരണോ? വരൂ. ദേ വരുന്നു കേട്ടോ. ആ കുട്ടിയുടെ മാനസിക നില തകരാറിലായിരുന്നോ? ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? എങ്കിൽ ഇപ്പൊ നോർമൽ അല്ല. ഉം, അതാ സ്വന്തം അമ്മയെ പോലും ആ കുട്ടി തിരിച്ചറിയാഞ്ഞ്. ഉം, എന്തായാലും മാഡം ഇന്നിവിടെ താമസിച്ചോളൂ. ഉം. ബാക്കിയെല്ലാം നാളെ പോലീസ് എത്തിയിട്ട് തീരുമാനിക്കാം. പോലീസാ? അതിന് ഞാൻ... പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാ ഇത്. അവരുടെ സാന്നിധ്യത്തിലെ ഇനി കൈമാറാൻ പറ്റൂ. അപ്പൊ പോലീസ് വരണേല് മുമ്പ് അവളെ കൊണ്ടുപോകണല്ലോ. എന്താ ആലോചിക്കണേ? എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എവിടെ എന്റെ റൂം? ഇവിടെ ഇപ്പോ മുറി ഒഴിവില്ല. തൽക്കാലം എന്റെ കൂടെ കഴിയാം. സിസ്റ്ററിന്റെ കൂടെയാ? അതെ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല.
സിസ്റ്ററെ കുരിശ് വരച്ച് കിടന്നോളൂ കേട്ടോ. അവനവൻ തന്നെ അവനവനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. ഹോ, ആ തിലോത്തമ്മയുടെ അമ്മ അവളെ തേടി വന്നിരിക്കുന്നു. അമ്മയോ? ആ സ്വന്തം അമ്മയോ? അതെടാ. കണ്ടാരോടങ്ങ്. അതേന്ന് നാളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവളെ അവളുടെ അമ്മയ്ക്ക് കൈമാറും. എങ്കിൽ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ നമ്മൾ ഇവിടുന്ന് പൊക്കിയിരിക്കണം. നീ വെളുപ്പിന് 4 മണിക്ക് മുമ്പേ അവളെയും കൊണ്ട് മുറിക്ക് പുറത്തിറങ്ങണം. ആ അത് ഞാൻ ഏറ്റു. നീ കോറിഡോറിന് അവിടെ കാത്തു നിന്നാ മതി, ഞാൻ അവളുമായിട്ട് വന്നോളാം. ആ ആരുമില്ല. സമയം 1 മണിയായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നിന് പോകാൻ ഇറങ്ങിയതാ. ഞാനും ഒന്നിനാ.